ഗസയിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾക്കുള്ള സമയപരിധിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെ ബന്ദി കൈമാറ്റ കരാറുകൾ നടപ്പിലാക്കിയതിനു ശേഷം വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലെ ബന്ദി കൈമാറ്റ കരാറുകൾ ചർച്ചകൾക്കുമുള്ള സമയമായിട്ടാണ് ഇപ്പോൾ ഇത് കണക്കാക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളത് ബൈഡന്റെ സർക്കാർ കഴിഞ്ഞ ബൈഡന്റെ ഗവൺമെന്റ് നിരോധിച്ചിട്ടുള്ള ആയുധ കയറ്റുമതി അടക്കമുള്ള, അതായത് അത്യാധുനിക ബോംബുകൾ, വീര്യം കൂടിയ ബോംബുകൾ ഇസ്രായേലിന് നൽകാനുള്ള, അത്തരം ആയുധങ്ങൾ നൽകാനുള്ള നിരോധനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അവിടുത്തെ ഡൊണാൾഡ് ട്രംപ് അത് മാറ്റിയിരിക്കുകയാണ്. അത്തരം തീരുമാനങ്ങൾ മാറ്റി അത്യാധുനിക ആയുധങ്ങളും ബോംബുകളും അത്തരം അത്യാധുനിക ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: അമേരിക്കയിൽ നിന്നും ഇസ്രായേലിന് എത്തിച്ചു കൊടുത്തത് ഭാരമേറിയ MK-84 ബോംബുകളാണ്. 900 കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബുകൾ എത്ര ഉറച്ച കോൺക്രീറ്റിലും ലോഹങ്ങളിലും വരെ തുളച്ചു കയറി തകർക്കാൻ കഴിയും. ഇത്തരം ആയുധങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ മാനുഷിക സാഹചര്യം പരിഗണിച്ചുകൊണ്ട്, ഗസയിലുള്ള നിലവിലുള്ള അവസ്ഥകൾ വെച്ചുകൊണ്ട് ഇത്തരം ഒരു തീരുമാനം എടുത്തുകൊണ്ട് അമേരിക്കൻ പ്രതിനിധി അടക്കം ഇസ്രായേലിലേക്ക് ചെല്ലുകയും അവിടെ തങ്ങളുടെ നയതന്ത്ര ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു രണ്ടാം ഘട്ട ബന്ദി കൈമാറ്റ ചർച്ചകളും സമാധാന ചർച്ചകളും തുടങ്ങേണ്ട ഒരു സമയത്താണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ നൽകുകയാണ്. എന്നിട്ട് ഡൊണാൾഡ് ട്രംപ് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത്, ഞങ്ങൾ ഇസ്രായേലിന് എല്ലാവിധ സംവിധാനവും ചെയ്തു കൊടുക്കും, അവർക്ക് തീരുമാനിക്കാം എന്ത് കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്ന്. ഇത് പ്രത്യേകിച്ചും ഗസയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഗസയെ നരകമാക്കി കളയും എന്നുള്ള പ്രസ്താവന നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. പക്ഷേ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ലോകത്തെമ്പാടും രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിൽ പോലും ഇത്തരം അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും മനുഷ്യക്കുരുതി ഇസ്രായേൽ നടത്താൻ തുനിഞ്ഞാൽ തങ്ങൾ അതിനെ പിന്തുണക്കുമെന്നുള്ള ഒരിക്കൽ കൂടി അത്തരം ഒരു നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയും നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വീണ്ടും ഗസയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ മുതിരുമോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ വളരെ നിർണായകമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളെ ജോർദാനും ഈജിപ്തും സൗദി അടക്കമുള്ള UAE അടക്കമുള്ള ഈ അമേരിക്കയുമായി നയതന്ത്ര ബന്ധം പുലർത്തി നല്ല രീതിയിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായി നിലകൊള്ളുന്ന രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹമാസ് എന്നുള്ള ഒരു സ്വതന്ത്ര പോരാട്ട പ്രസ്ഥാനത്തെ ഇസ്രായേൽ അവിടെ നിന്നും ഗസയിൽ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഹമാസ് ഗസയിൽ നിന്നും മാറിയാൽ തങ്ങൾ ഗസയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു നിലപാടാണ്. ഇപ്പോൾ തന്നെ നിലവിൽ വെടിനിർത്തൽ കരാർ നിലവിലുള്ള സമയത്ത്, സമാധാന കരാർ നിലനിൽക്കുന്ന സമയത്ത് പോലും കൃത്യമായിട്ട് ട്രക്കുകളെ, അവശ്യ സാധനങ്ങൾ അടക്കം കയറ്റിക്കൊണ്ടുവരുന്ന ട്രക്കുകളെ അടക്കം ഇസ്രായേൽ കടത്തിവിടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം മെഡിക്കൽ ഓക്സിജനുകൾ, അതുപോലെ തന്നെ അവിടത്തേക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ, ടെന്റുകൾ തുടങ്ങിയ സർവ്വകാര്യങ്ങളിലും ഇസ്രായേൽ അവിടെ ഉപരോധം ഏർപ്പെടുത്തി അതിനെ കയറ്റിവിടാത്ത ഒരു സാഹചര്യമുണ്ട്. നിലവിൽ 100% ആവശ്യമുള്ളിടത്ത് 30% അവശ്യ വസ്തുക്കൾ മാത്രമാണ് ഗസയിലേക്ക് ഇസ്രായേൽ വിടുന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ ഒരു സമാധാന കരാറിന്റെ സമയത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം അത്യാധുനിക ആയുധങ്ങൾ കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഈ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ ഹമാസിന് ഗസയിൽ നിന്നും പുറത്തു ചാടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഹമാസ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ വരുമെങ്കിൽ അത് വരുന്നുള്ളത് ജെറൂസലേമിലേക്കാണ്, മസ്ജിദുൽ അഖ്സയിലേക്കാണ് എന്നതാണ്. അത് കഴിഞ്ഞ ദിവസം ബന്ദി കൈമാറ്റ കരാറിൽ മസ്ജിദുൽ അഖ്സയുടെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ട് ഞങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ഞങ്ങൾ വരുന്നുള്ളത് മസ്ജിദുൽ അഖ്സയിലേക്കാണ് എന്നുള്ള ഒരു സന്ദേശം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു.
അങ്ങനെ ഒരു സന്ദേശം ഹമാസ് അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. 1.5 വർഷത്തെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അതിജീവിക്കാൻ ഹമാസിന് സാധിച്ചത് കൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തിയാലും തങ്ങളുടെ നിലപാടിൽ നിന്നും ഗസയിലെ ജനതയും ഹമാസും പോവില്ലെന്നാണ് നിലവിലുള്ള സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. പക്ഷേ ഇവിടെ അറബ് ലീഗ് സെക്രട്ടറിയുടെ, അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ അറബ് ലീഗ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഇസ്രായേൽ പത്രമാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഹമാസിനെ ഗസയിൽ നിന്നും മാറണമെന്നും പകരം ഗസയുടെ പുനരധിവാസമുള്ള കാര്യങ്ങളടക്കം മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കണമെന്നുള്ള ഒരു നിലപാടാണ് അറബ് ലീഗ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് യു എയുടെ നയതന്ത്ര പ്രതിനിധി ഇതിനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പത്രത്തിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു നയതന്ത്ര കൂടിക്കാഴ്ച ഇതിനിടയിൽ റിയാദിൽ എത്തിയ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി നടത്തുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ നടന്നാൽ അവിടെ നടക്കാൻ പോകുന്ന ചർച്ചകൾ അത് പൂർണ്ണമായിട്ടും ഹമാസ് എന്നുള്ള പ്രസ്ഥാനത്തെ ഏതെങ്കിലും രീതിയിൽ ഫലസ്തീനിൽ ഗസയിൽ നിന്നും മാറ്റണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമാണ് വരുന്നുള്ളത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ അറേബ്യയിലെ ഈ രാജ്യങ്ങൾ എന്നുള്ളത്, ആ രാജ്യങ്ങൾ ഒരിക്കലും ഹമാസിനെ അംഗീകരിക്കാനോ ഹിസ്ബുള്ളയെ അംഗീകരിക്കാനോ തയ്യാറല്ലാത്ത രാജ്യങ്ങളാണ്. അവിടെ ഇത്തരത്തിൽ റവല്യൂഷണറി സ്വഭാവമുള്ള, വിപ്ലവാത്മക സ്വഭാവമുള്ള സംഘടനകൾ ഉയർന്നു വന്നാൽ അവർ ആ ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ സ്വന്തം രാജ്യത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം വിഭാഗങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള സംഘങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരം അറേബ്യൻ രാജ്യങ്ങൾ ഹമാസിനെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെയോ ഇങ്ങനെയുള്ള സംഘങ്ങളെയൊന്നും അംഗീകരിക്കാൻ തയ്യാറായ ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങൾ എന്നുള്ളത് അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ അത്തരം സമീപനങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ള സംശയം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നിലവിലുള്ള ഗസയിലുള്ള സാഹചര്യം എന്നുള്ളത് ഇത്തരം ഇസ്രായേലിന് അത്യാധുനിക ആയുധങ്ങൾ ഒന്നും കൂടി നൽകിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിന് വിരുദ്ധമായി ഹമാസ് പറഞ്ഞിട്ടുള്ളത്, തങ്ങൾ വരാൻ പോകുന്നുണ്ടെങ്കിൽ അത് എന്താണ്, മസ്ജിദുൽ അഖ്സയിലേക്കാണ്, മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിനാണ്, അത് ജെറുസലേമിലേക്കാണ് എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഹമാസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡൊണാൾഡ് ട്രംപ് ഇത്തരം അത്യാധുനിക ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ വീണ്ടും അധിനിവേശം നടത്തിക്കൊണ്ട് കൂട്ടക്കരുതികൾ നടത്തിക്കൊണ്ടുള്ള ഒരു പരിഹാരം ഇതിനുണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആത്യന്തികമായിട്ട് അവിടെയുള്ള ഗസയിലുള്ള ജനങ്ങളെ കൊന്നു തീർക്കാനല്ലാതെ മറ്റൊന്നിനും സാധ്യമാകില്ല എന്നും അവരുടെ ഉറച്ച നിശ്ചയദാർഢ്യം ഉള്ളിടത്തോളം കാലം അവരുടെ കൊല്ലലല്ലാതെ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനോ ഇതിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനോ കഴിയില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ നിലനിൽക്കില്ല എന്നും തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്.